ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. ഗംഗാവാലി പുഴയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി. അർജുൻ ഓടിച്ച ലോറിയുടെ ജാക്കിയാണ് ഇതെന്ന് ഉടമ മനാഫ് പറഞ്ഞു. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യത്തിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇന്ന് പിന്നിട്ടത്. ഈശ്വർ മാൽപെയും സംഘവുമാണ് ഇന്ന് ഗംഗാവാലി നദിയിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം തിരച്ചിൽ ആരംഭിച്ചത്. ഈശ്വർ മാൽപെ 3 തവണ മുങ്ങാങ്കുഴിയിട്ട പരിശോധന നടത്തി. അതിലാണ് അർജുൻ്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. ഈ 3 വാഹനങ്ങളുടെ 3 ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ഒന്ന് ഹൈഡ്രോളിക് ജാക്കിയും മറ്റ് 2 വാഹന ഭാഗങ്ങളും ായിരുന്നു. ഈ ജാക്കി അർജുൻ്റെ ലോറിയുടേത് തന്നെയാണ് എന്നുള്ളത് ട്രക്കിൻ്റെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. മനാഫ് ഷിരൂരിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ജാക്കി, ഹൈഡ്രോളിക് ജാക്കി കരക്കെത്തിച്ച ഉടനെ തന്നെ മനാഫ് അത് തിരിച്ചറിയുകയും ഇത് ഭാരത് ബെൻസിൻ്റെ അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ജാക്കിയാണ് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തു. മറ്റ് 2 വാഹന ഭാഗങ്ങൾ അത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതല്ല, അത് അവിടെ കാണാതായ മറ്റൊരു ടാങ്കർ ലോറിയുടേത് ആണ് എന്നുള്ളതാണ് നിഗമനം. ഏതായാലും ഇന്ന് ഈ തിരച്ചിൽ ഇത് കണ്ടെത്തിയതോടുകൂടി വൈകുന്നേരമായതോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു. നാളെ രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈശ്വർ മാൽപെയും സംഘവും വീണ്ടും ഗംഗാവാലിയിൽ ഇറങ്ങി പരിശോധന നടത്തും. നാളെ ഈശ്വർ മാൽപെക്കൊപ്പം തന്നെ ഈ സംഘത്തിലെ കൂടുതൽ മുങ്ങൽ വിദഗ്ധർ കൂടിയെത്തും. അതോടൊപ്പം തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും അംഗങ്ങൾ കൂടി നാളത്തെ ദൗത്യത്തിനുണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് ജില്ലാ ഭരണകൂടം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോറി ഉടമ മനാഫും അർജുൻ്റെ ബന്ധു ജിതിൻ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽക്ക് തന്നെ ഷിരൂരിൽ എത്തിയിരുന്നു. പക്ഷേ ഈ സ്ഥലത്തേക്ക് രാവിലെ 9 മണിക്ക് തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടും ആരും എത്തിയില്ല. നേവി എത്തി പരിശോധന നടത്തും എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നേവി ഉദ്യോഗസ്ഥരും എത്തിയില്ല. ഗംഗാവാലിയിൽ ഇറങ്ങാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്ത കാരണം കൊണ്ടാണ് ആ തിരച്ചിൽ താമസിച്ചത്. ഉച്ചയോടുകൂടി മാധ്യമങ്ങളിലെല്ലാം ഈ അനിശ്ചിതത്വത്തെ സംബന്ധിക്കുന്ന വലിയ വാർത്തകൾ വന്നതിന് ശേഷമാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഈ ഗംഗാവാലിയുടെ ഈ സ്ഥലത്തേക്ക് എത്തുകയും ഷിരൂരിലേക്ക് എത്തുകയും തിരച്ചിൽ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. വൈകാതെ തന്നെ ഈശ്വർ മാൽപെയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഈശ്വർ മാൽപെയും സംഘവും രാവിലെ മുതൽക്ക് തന്നെ ഷിരൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈശ്വർ മാൽപെക്ക് വെള്ളത്തിലിറങ്ങാനുള്ള, പുഴയിലിറങ്ങാനുള്ള അനുമതിയും ലഭിച്ചിരുന്നില്ല. പിന്നീട് ഈ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് 3 മണിയോടുക്ക് ശേഷമാണ് ഈശ്വർ മാൽപെ ഗംഗാവാലിയിൽ മുങ്ങി പരിശോധന നടത്തിയത്. 3 തവണയാണ് ഗംഗാവാലിയിൽ മുങ്ങാങ്കുഴിയിട്ട് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് അതിൻ്റെ ജാക്കി, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. ഏതായാലും നാളെ നടക്കുന്ന തിരച്ചിലിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഷിരൂരിലുള്ളത്. മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി മഴ പെയ്തിട്ടില്ല. മാത്രമല്ല ഗംഗാവാലിയിലെ അടിയൊഴുക്ക് 2 നോട്ട്സായി കുറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ അടിയൊഴുക്കാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തുമ്പോൾ 6നും 8നും ഇടയിലായിരുന്നു അടിയൊഴുക്ക്. എന്നാൽ ഇപ്പോൾ 2 നോട്ട്സ് മാത്രമേ അടിയൊഴുക്കുള്ളൂ. മാത്രമല്ല നേരത്തെ കലങ്ങി മറഞ്ഞ ഗംഗാവാലി ആയിരുന്നെങ്കിൽ ഇപ്പോൾ തെളിഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് മുങ്ങിത്തപ്പുമ്പോൾ ഈശ്വർ മാൽപെക്ക് നല്ല വിസിബിലിറ്റി, കാഴ്ച ലഭിക്കുന്നുണ്ട് വെള്ളത്തിനടിയിൽ എന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തെ തീർച്ചയായും സന്തോഷ്, വരും ദിവസങ്ങളിലും തിരച്ചിൽ സജീവമായി തുടരും. സന്തോഷാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.